അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 1500ാമത്തെ ജന്മദിനാചരണയാണ് പുതിയ ഹിജറി വർഷ 1447 പിറക്കലോടുകൂടെ ഞങ്ങളെ മുന്നിൽ വന്നുകൊണ്ടുള്ളത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നെക്സ്റ്റ് വറവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഒരു മുഅ്മിനായ ആൾ എന്തുകൊണ്ടും സ്നേഹിക്കണായി. മുഅ്മിനാവണുണ്ടായെങ്കിൽ ഈമാൻ പൂർണ്ണമാവണുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബ് കൊണ്ട് മഹബത്ത് വെക്കണം. അങ്ങനെ മഹബത്ത് വരണുണ്ടായെങ്കിൽ ഏതൊരു വ്യക്തിയിലൊട്ടിയ മഹബത്ത് വരണുണ്ടായെങ്കിൽ കൂടുതൽ ആ വ്യക്തിയെ പഠിക്കുള്ള ശ്രമമാണ് നടത്തണായി. ഈ റബീഉൽ അവ്വലും അതുക്ക് മുന്നത്തെ എല്ലാ സമയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പഠിക്കുള്ള ഒരു ശ്രമം ഞങ്ങളെ മുട്ടത്തെ ഞങ്ങളെ മക്കളെ മുട്ടത്തെ ഉണ്ടാവണമുണ്ട്. ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. കാര്യമായും ഈ വീഡിയോയിൽ ചൊല്ല ഉദ്ദേശിച്ചത്, അൽഹംദുലില്ലാ ലോകത്ത് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ വിവിധ ഭാഷയിലെല്ലാം നടന്നുകൊണ്ടുണ്ട്. ഞങ്ങളെ MDC മഖ്ദൂമിയ ദഅവാ ദർസ് ഉപ്പള്ളി ಇದರ ഭാഗമായിട്ട് ഇൻഷാ അള്ളാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തൽ പഠിക്കടെ പഠിപ്പാട്ടറെ ഭാഗമായി നസീമുൽ മഹബ്ബാൻ ചൊല്ലെ ഒരു ജണ്ടര തിങ്കൾ നീണ്ടു നിൽക്കടെ വിവിധങ്ങളായ പ്രോഗ്രാം. ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കടെ പഠിപ്പാട്ടറെ ഇത് മാത്രമാണ്. ഈ അടുത്ത് ഇതിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട്. കാര്യമായി പ്രധാനമായ 2-3 പ്രോഗ്രാമുകൾ മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളത്. പെട്ടെന്ന് ഈ അടുത്ത് മൈക്കാൽ താസുവാസ് ഒരു പക്ക ഇങ്ങനെ പോകുമ്പോൾ ഒരു അസർ നിസ്കാരത്തിൽ പിന്നെ ഒരു ജനാസ കൊമ്പോയോണ്ടാണ് ഉള്ളത്. ആ ജനാസ പരിപാലന ജനാസരെ പള്ളിക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ എതിരിൽ നടന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് ഒരു 3 മക്ക, ചെറിയ മക്ക, ഒരു 4ാം ക്ലാസ് 3ാം ക്ലാസ് 5ാം ക്ലാസ് എല്ലാം ആവും. ഞങ്ങളെ ടീഷർട്ടിൻ്റെ ബാക്കിൽ പ്രസിദ്ധനായ കളിക്കാരൻ്റെ ഫുട്ബോൾ കളിക്കാരൻ്റെ പേരെല്ലാം ഉണ്ട്. അങ്ങനെ ഈ ജനാസത്തെ അനുഗമിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പള്ളിക്ക് പോകുമ്പോൾ മുണ്ടിക്കൊണ്ടുള്ളേ ഞാൻ ശ്രദ്ധിച്ച ഒരു സ്പെയിനിൻ്റെ വലിയ ഫുട്ബോളുകാരൻ മരിച്ചവളാം. അവൻ മരിച്ച അല്ലെങ്കിൽ ചത്ത. അങ്ങനെ അവൻ്റെ ബേജാറാണ് എനിക്ക് ഭയങ്കര ബേജാറ് പ്രകട്ടായിട്ട് എൻ്റെ ചെറിയ മക്കൾ. അപ്പോൾ ഓർത്ത ചൊല്ലേ അവನು ಮಂಗಿಲಾയിട്ട് പിന്നൊരുത്തದ್ರ ತಿದ್ರೆ ಇಲ್ಲಲ್ಲ ಪೋಣು ಭಯಂಕರ ಬೇಜಾರು ಮುಖത്തിൽ പ്രകട്ടായിട്ടുണ്ട്. പിന്നൊരുത്തದ್ರ ഹക്കീക്കാക്കിയിട്ട് ചൊല്ലേ ഇല്ലല്ല 5 നാളായി എത്രയും. ഇങ്ങനെ ഈ ഭയങ്കര ബേജാർ ഏതോ ഒരു സ്പെയിൻ്റെ ഏതോ ഒരു ഫുട്ബോൾ കളിക്കാരൻ മൂത്രവീത്തി കൽകാത്തങ്കെത്ത ഒരാൾ അവൻ്റെ ഭയങ്കര സ്നേഹിച്ചിട്ട് അവൻ്റെ പെഞ്ഞായി അവനക്ക് മങ്ങിലായപ്പോൾ ഇതെല്ലാം ഞങ്ങളെ ഈ ചെറിയ മക്കൾ കൊണ്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഞങ്ങളെ സഡൻ കണ്ടില്ല, ഞങ്ങൾ മുണ്ടൊന്നും ഞാൻ വിചാരിച്ച കണ്ടില്ല. ആ സമയത്ത് അതിൽ പിന്നെ എൻ്റെ മനസ്സിൽ ഫ്ലാഷായ എനിക്കെത്തൊരു വിഷയം, ഞങ്ങളെ പ്രിയപ്പെട്ട മക്ക പഠിക്കണായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകയാണ്. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ റോൾ മോഡൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ പിർസത്ത് മാത്രമേ വാല്യൂ ഉള്ളൂ. പുതിയ കാലം മോശത്തും ബെടക്കുമാണ് പോയോണ്ടുള്ളത്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബു സ്നേഹം യഥാർത്ഥ സ്നേഹം കൽബുൽ ഞങ്ങൾ വെച്ചു കൊടുത്തുള്ളാണ്ടായെങ്കിൽ മക്ക ലിബറലിസം അതുക്ക് പോണ്ടാറ്, പുതിയ ചിന്താഗതിക്ക് പോണ്ടാറ്, യുക്തിവാദിയായി മാറാറ്, ദൈവത്വമേ നിഷേധിക്കിടാറ്, ഒരു യാന്ത്രിക ഇബാദത്തങ്ങളെ മുട്ടത്തെ ഉണ്ടാവൂ, ഒരു ജനറൽ മുസ്ലിമായി എന്തുവായി ജീവിക്കിടാറ്. അള്ളാഹു ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു മക്കളെ ഘടന ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ കാലത്തെ മക്ക ഇങ്ങനെയാണ് വളർന്നു വന്നുകൊണ്ടുള്ളത്. അങ്ങ് മൊബൈലിൻ്റെ ഉൾകൊള്ളാറ്, ഗെയിമിടെ ഉൾകൊള്ളാറ്, പുതിയ മാതാപിതാക്കളെ സ്നേഹിക്കലെത്ത വിഷയങ്ങൾ എനിക്ക് കൊന്തില്ല. അങ്ങനെ പലതും എന്തിടമാ ഒരു ഗുങ്കുടെ ഉൾക ഞങ്ങളെ പുതിയ മക്ക വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ കൽബ് കുത്തി വെക്കണായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്താണ്. അതിലൂടെ ബദലാവുകയാണ്. അപ്പോൾ ഞാൻ ചൊന്നുകൊണ്ടുള്ളേ ഇൻഷാ അള്ളാഹ് അങ്ങനെ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾക്ക് 18 വർഷത്തോളം ഉള്ള എനിക്കെത്ത സ്റ്റുഡൻസുങ്ങൾ ആണ് പെണ്ണ്, അത് മുതഅല്ലിമീങ്ങളല്ല, ദർസ് മദ്രസത്തിലും സ്കൂളിലും കോളേജിലും പഠിക്കണമെങ്കിലത്തെ പ്രിയപ്പെട്ട ഞങ്ങളെ സ്റ്റുഡൻസുങ്ങൾ അങ്ക് ഒരു 30 നാളത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തണമെങ്കിലത്തെ ക്ലാസ് അതങ്ങ് നിർബന്ധമായും കേൾക്കണം. അതിൽ പിന്നെ കുറച്ച് നാൾ പഠിക്കുകയോ ചാൻസ് കൊടുക്കുള്ളൂ. പിന്നെ അതിൽ എക്സാം ഉണ്ട്, നല്ല പ്രൈസ് കൊടുക്കും, 1st 2nd 3rd ആയാൾമാർക്ക്. അതുകൊണ്ട് ഇത് കേൾക്കണമെങ്കിലത്തെ സ്റ്റുഡൻസ് അങ്ങനെ ഇതിൽ കൂടണം. മൊബൈൽ ബാപ്പ ഉമ്മർ ദിവസമാക്കിയിട്ട് സ്വന്തം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് നേരം ഓരോ നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ പഠിക്കുള്ള ശ്രമം നടത്തണമെന്നിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ಅದಕ್ಕೆ പേരൻസ് സപ്പോർട്ടാക്കണം. അതുപോലെ പിന്നൊരു ക്ലാസ് ഉദ്ദേശിക്കടെ പേരൻസ് കാണും. മുന്നിലെടുത്ത ക്ലാസ് ആയിട്ടേക്ക് വേറെ എല്ലാം ജമ്മാക്കിയിട്ട് ഒരു 30 ക്ലാസ്
പേരൻസ് ഇൻഷാ അല്ലാ അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ മുന്നോട്ട് നിങ്ങൾ എടുത്തിട്ട് മുഹമ്മദ് അബ്ദി അമാൻ്റെ കിതാബ് നോക്കി നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പഠിപ്പാട്ടോറുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്ലാസ് പേരൻസ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ പൈസയില്ല. ആദ്യത്തെ ക്ലാസ്സിക്ക് പൈസ ഉണ്ട്. പൈസ നിങ്ങളെ മുട്ടത്തെ എടുക്കടല്ല. ഞങ്ങളൊരു പോളിസി അങ്ങനെയാണ്, ക്ലാസ് എടുത്തിട്ട് പൈസ ഇപ്പുറം എടുക്കില്ല, അപ്പുറം കൊടുക്കട തീരെയും ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ പേരൻസ് അങ്ങനെ ഒരു ക്ലാസ്. മൂന്നാമത് ഉദ്ദേശിക്കടെ ദലായിലുൽ ഖൈറാത്ത് അഭിയാനാണ് ചൊന്നെങ്കിൽ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് ചൊല്ലുന്നു, തങ്ങളെ മേൽ ഖുർആൻ ചൊന്നതാണ്. ആ സ്വലാത്തിലൂടെ വലിയ ബദലാവണകൾ ഉണ്ടാവിടൂ, കൽവ് നന്നാവിടൂ, പിന്നെ മുഖത്തിൽ നല്ല വെളിച്ചം കൊണ്ട് വലിയൊരു ചേഞ്ചസ് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ സ്വലാത്തിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് കിട്ടു. അങ്ങനെ വല്ലാത്തൊരു അനുഭൂതിയാണ് സ്വലാത്ത്. അപ്പോൾ ആ സ്വലാത്ത് ധാരാളം എത്ര വേണമെങ്കിൽ ചൊല്ലാം. വിവിധങ്ങളായ സ്വലാത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വളരെ മഹത്വമേറിയ സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. കോടിക്കണക്കിൽ മോമിനീങ്ങൾ ചൊന്നത്, കോടിക്കണക്കിൽ മോമിനീങ്ങൾ ഇണ്ട് ചൊന്നുകൊണ്ടുള്ളെങ്കത്തെ സ്വലാത്ത്. ഓരോ നാൾക്കും വേറെ വേറെ ഹിസ്ബായിട്ട് തിരിച്ചിട്ട് 7 നാൾ കൊണ്ടു. അങ്ങനെ തിങ്കളാഴ്ച വേറെ, ചൊവ്വാഴ്ച വേറെ, ബുധനാഴ്ച വേറെ. ഇൻഷാ അല്ലാ അത് തുടങ്ങുക ഉദ്ദേശിക്കണമെങ്കിൽ താൽമാർ അതിലെ പ്രത്യേക ലിങ്ക് കാര്യങ്ങൾ കടത്തിത്തരും. അങ്ങ് എന്താക്കുക, ഞങ്ങൾ തുടങ്ങിട ചൊന്നിട്ട് മെസ്സേജ് ആക്കിയാറുണ്ടായെങ്കിൽ ആ നമ്പർക്ക് അങ്ക് ദലായിലുൽ ഖൈറാത്തിലെ വിഷയങ്ങളുള്ളെങ്കത്തെ മഹത്വം ചൊല്ലെങ്കത്തെ ക്ലാസ് അങ്ക് കടത്തി കൊടുക്കും. അങ്ങ് തുടങ്ങിടാറുണ്ടായെങ്കിൽ ഇൻഷാ അല്ലാ റബീഉൽ അവ്വൽ ആവുമ്പമേ തുടങ്ങാം. അങ്ങനെ മരിക്കണത് വരെ ആ സ്വലാത്ത് നിപ്പാട്ട് കുത്തിയാൽ ഒരു നാൾ ഒരു 20-25 മിനിറ്റ് ചിലവാക്കിയും പോയി ദലായിലുൽ ഖൈറാത്ത് വാർത്തുക. അതിൽ ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്തിലെ ഖലീഫയായ ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഷെയ്ഖ് ആ മഹാൻ ചൊന്നത് വൈലത്തൂർ ഉസ്താദിൻ്റെ ഷറഹുകളുണ്ട്. ദലായിലുൽ ഖൈറാത്തിൽ 29,000 സ്വലാത്തുണ്ട് ഒരു വാർത്തയിൽ. ഒരു തിങ്കൾ അങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ 1,00,000 ചില്ലാരെ നമുക്ക് സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തിലൂടെ പിന്നെ ലയിച്ചെങ്കത്തെ ഒരു ജീവിതം അത് വല്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ സ്വലാത്ത് ചൊല്ലുക ഉദ്ദേശിക്കണമെങ്കിൽ താൽമാർ അറിയിക്കുക. അങ്കതിലെ മഹത്വങ്ങളെല്ലാം കടത്തിത്തരും. വീണ്ടും അങ്ങ് ചൊല്ലാറുണ്ടായെങ്കിൽ മാത്രം രണ്ടാമത് മെസ്സേജ് ആക്കുക. അങ്ക് ഫ്രീ ആയിട്ട് കിതാബ് കടത്തിത്തരും. സ്വഹീഹായ നുസ്ഖ കോപ്പി. അത് ബഹുമാനപ്പെട്ട മർഹൂം വൈലത്തൂർ ഉസ്താദ് നൂറല്ലാഹു മർക്കദ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയെത്ത മഹാനാണ്. അയാൾ സ്വഹീയാക്കിയ കോപ്പി അങ്ക് കടത്തിത്തരും. റബീഉൽ അവ്വലിലൂടെ തുടങ്ങിയിട്ട് മരിക്കലോടത്തോളം ഇത് ഇതിക്ക് മുന്നിൽ ഓതിയോണ്ടുള്ളെങ്കിൽ ആൾമാർ മെസ്സേജ് ആക്കണമെന്നില്ല. അങ്ക് കോപ്പി കടത്തില്ല. ആ ഓതാത്ത ആൾമാർ വെറുതെക്കും എടുക്കരുത്, അത് അക്രമമാവിടും, അനുമതിയില്ല. ഓത ഉദ്ദേശിക്കണമെങ്കിൽ ഈ ക്ലാസ് ഈ വോയിസ് കേട്ടിട്ട് ഉദ്ദേശിക്കുന്ന ആൾമാർക്ക് ഇൻഷാ അല്ലാ അത് കടത്തിത്തരും. അങ്ങനെ ഒരു അഭിയാനം. ഇതല്ലാത്ത പല കാര്യക്രമമെല്ലാം ഉണ്ട്. അള്ളാഹു എല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹു പെടുത്തി തരുമാറാവട്ടെ. എല്ലാവരൊട്ടിയ ദുആ വസിയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.